ഈശോ ഓരോ കാലഘട്ടത്തിലും ചില പ്രത്യേക വ്യക്തിത്വങ്ങളെ, ചില പ്രത്യേക ആത്മാക്കളെ തൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാറുണ്ട്. അത്തരത്തിൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെപ്പറ്റി നമ്മളുമായിട്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സംസാരിച്ച സ്നേഹ തോമസ് നമുക്കെല്ലാം സുപരിചിതയാണ്. ആദ്യമേ തന്നെ സ്നേഹ തോമസിൻ്റെ ആ വൈറൽ വീഡിയോ നമുക്കൊന്ന് കാണാം. സ്നേഹ തോമസിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ആ വീഡിയോയ്ക്ക് ശേഷം കാണാം. 7 കൂദാശകളിൽ 6 പാപമോചനവും ദൈവിക ജീവനും തരുമ്പോൾ വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ ഈശോയെ തന്നെ മുറിച്ചു തരുക. ദൈവം മനുഷ്യന് ഭക്ഷണമായി മാറുന്ന കൂദാശയാണല്ലോ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലെ ഓരോ പ്രാർത്ഥനകളിലും ഇറ്റിറ്റ് വീഴുന്നത് ഈശോയുടെ സ്നേഹമാണ്. ഓരോ പ്രാർത്ഥനയും അർത്ഥമറിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ കൂടുന്ന സമയത്ത് അനുഭവിക്കാൻ പറ്റുന്നത് പോലെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന വേറൊരു സമയമില്ല കേട്ടോ. ഈശോയുടെ സ്നേഹത്തിന് ഒരു മാനദണ്ഡങ്ങളും ഇല്ല. പാപിയാണോ? സാരമില്ല. 100 എണ്ണം ഉള്ളതിൽ നഷ്ടപ്പെട്ട ഒരെണ്ണത്തിന് തേടി വരുന്നതാണ് നമ്മുടെ തമ്പുരാൻ. കുറവുകളൊക്കെ ഉണ്ടോ? സാരമില്ല. നമ്മുടെ എല്ലാ കുറവുകളെയും നിറവുകളാക്കി മാറ്റുന്നവനാണ് നമ്മുടെ പൊന്നു തമ്പുരാൻ. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? സാരമില്ല. ഹൃദയങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ പൊന്നു തമ്പുരാൻ. ഇനി ജീവിതം മൊത്തം നാശമായോ? എല്ലാം ഒരു ഹോപ്പും ഇല്ലാതെ എല്ലാം നശിച്ചിരിക്കുവാണോ? സാരമില്ല. ഈ അൾത്താരെ ഇരിക്കുന്ന ഈ കുഞ്ഞപ്പത്തിനുണ്ടല്ലോ, എല്ലാത്തിനുള്ള ഉത്തരവുണ്ട്. മാനന്തവാടി രൂപതയ്ക്ക് കീഴിലുള്ള തെനേരി ഫാത്തിമ മാതാ ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. സ്നേഹ തോമസിൻ്റെ ഇടവക ദേവാലയമാണിത്. സ്നേഹ തോമസ് ഇവിടെയാണ് അനുദിനം വിശുദ്ധ ബലി പങ്കെടുക്കുന്നതും ഈശോയെ അനുദിനം രുചിച്ചറിയുന്നതും. സ്നേഹ തോമസിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്കിനി നേരിട്ട് ചോദിച്ചറിയാം. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈയിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ച് വൈറലായ ഒരു യുവപ്രതിഭയാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹ തോമസ്. അപ്പോൾ അച്ഛൻ്റെ ഇടവകക്കാരിയാണ്. മാനന്തവാടി രൂപതയിലെ തെനേരി ഫാത്തിമ മാതാ ദേവാലയം അല്ലേ? അപ്പോൾ ഒരു വികാരി എന്ന നിലയിൽ എങ്ങനെയാണ് ആ ഒരു വിശ്വാസ തീക്ഷ്ണതയെ അച്ഛൻ എങ്ങനെ നോക്കി കാണുന്നു? സ്നേഹ ഒരു നല്ല വിശ്വാസത്തിൽ വളർന്ന കുട്ടിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഇപ്പം 3 വർഷമായി ഈ പള്ളിയിൽ വികാരിയായിട്ട്. അപ്പോൾ സ്നേഹ നിലവിൽ നമ്മുടെ ഇടവകയിലെ മതബോധന അധ്യാപികയാണ്. അതുപോലെ തന്നെ ഗായക സംഘത്തിലെ അംഗമാണ്. എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് വരികയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന സ്നേഹയാണ്. അപ്പോൾ സ്നേഹയുടെ കുടുംബാംഗങ്ങളും എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പനും അമ്മയും 2 സഹോദരന്മാരും അടങ്ങുന്ന 5 പേരടങ്ങുന്ന കുടുംബമാണ് സ്നേഹയുടേത്. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് കിട്ടിയ വിശ്വാസമാണ് സ്നേഹയ്ക്ക് ഇങ്ങനെ ഒരു വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ബോധ്യം ലഭിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കുടുംബം നൽകിയതാണ്. കുടുംബം നല്ല വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. പള്ളിയായിട്ട് സഹകരിക്കുന്ന നല്ലൊരു കുടുംബമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു വികാരി എന്ന നിലയിൽ അച്ഛൻ അതിൽ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. നമ്മുടെ ഇടവിലൊരു കുട്ടി, അതും വേദപാഠം പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക, ഇങ്ങനെ ഒരു വിശ്വാസം സാക്ഷ്യം പറയുമ്പോൾ കുട്ടികൾക്കും അത് പകർന്നു കൊടുക്കുവാനായിട്ട് ആ അധ്യാപിക സാധിക്കുമെന്നതിലും അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു വലിയ മാതൃക. അതെ, ഈ ഇടവയ്ക്ക് തന്നെ ഒരു മാതൃകയായിട്ട് ആ കുടുംബത്തെ വേണ്ടി നമുക്ക് എടുക്കാം. കാരണം ഇത് പലരും കേൾക്കുകയും ഈ സാക്ഷ്യത്തിലൂടെ അനേകം പേർക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് അറിയുവാനും ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുവാനും ഈ സാക്ഷ്യം ഒരു കാരണമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ. എന്നുവെച്ചാൽ തിരുസഭയുടെ ഒരു കൽപ്പനയാണ് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം.
പലരും അതുകൊണ്ട് മാത്രം ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ചിന്താഗതിയിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമാണ് സ്നേഹയുടെ കാഴ്ചപ്പാട് അല്ലേ? അപ്പോൾ അച്ഛൻ എങ്ങനെയാണ് അതിനെ ഒന്ന് നോക്കിക്കാണാൻ എങ്ങനെ ശ്രമിക്കുന്നു? ഇപ്പോൾ പൊതുവേ ജനങ്ങൾക്ക് ഒരു ധാരണ ഞായറാഴ്ചകളിൽ കുർബാനയിൽ പങ്കെടുത്താൽ മതി എന്നൊരു ചിന്തയുണ്ട്. എന്നാലും കുറേ കൂടുതൽ പേര് ഇപ്പോൾ ഇടദിവസങ്ങളിലും കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതലായിട്ട് ആഴമായിട്ടുള്ള ബോധ്യം കിട്ടിയ ഒരു വ്യക്തിക്ക് ഞായറാഴ്ച കുർബാനയിൽ മാത്രം വിശുദ്ധ കുർബാനയെ ഒതുക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് സ്നേഹയുടെ സാക്ഷ്യം. അപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആ ഒരു സന്തോഷം മനസ്സിൽ കിട്ടുമ്പോഴാണല്ലോ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക. അപ്പം അങ്ങനെയാണ് ഞാനത് ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്നേഹയും ഫാമിലി നമ്മുടെ കൂടെയുണ്ട്. സ്നേഹനെ പറ്റി അച്ഛൻ ഇത്ര നേരം സംസാരിക്കുമായിരുന്നു. അച്ഛൻ എല്ലാവരും കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്താണ് ഇവർ ഒരുമിച്ച് ഇങ്ങനെ കാണുമ്പോൾ അച്ഛൻ എന്താ പറയുക? ഇവരൊരു കുടുംബം, നമ്മുടെ പള്ളിയുടെ അടുത്തുള്ളൊരു കുടുംബമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളിയുമായിട്ട് വളരെ സഹകരിക്കുന്ന ഒരു കുടുംബമാണ്. വിശ്വാസത്തിൽ അടിയുറച്ചൊരു കുടുംബമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതാണ് ആ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഇത്രമാത്രം ബോധ്യത്തോടെ പറയുവാൻ സാധിച്ചത്. ആ കുടുംബം കൊടുത്ത, അപ്പനും അമ്മയും സഹോദരന്മാരും കൊടുത്ത വിശ്വാസമാണ് ഇങ്ങനെയൊരു തീക്ഷ്ണമായിട്ടൊരു സാക്ഷ്യം പറയുവാനായിട്ട് സ്നേഹയ്ക്ക് ഇടവന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷേ സ്നേഹയുടെ ആ വീഡിയോയിൽ സ്നേഹ കരയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ അതിനെങ്ങനെ നോക്കി കാണുന്നത്? അതായത് ഇപ്പോൾ ഉള്ളുകൊണ്ട് കരഞ്ഞതാണോ അതോ അതിൻ്റെ ബോധ്യം കൊണ്ടാണോ, എങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത്? അപ്പോൾ ഞാനത് വിലയിരുത്തി ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, ദിവ്യകാരുണ്യ ഈശോയെക്കുറിച്ച് പൂർണ്ണമായി ബോധ്യം വരുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ആ സന്തോഷം പങ്കുവെക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു കണ്ണീര് വരുന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു സന്തോഷത്തിൻ്റെ പ്രകടനമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു സാക്ഷ്യത്തിൻ്റെ ഇതായിട്ട് ഞാൻ കാണുകയാണ്. അച്ഛൻ ആരംഭത്തിൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ, അല്ലെങ്കിൽ കടമുള്ള ദിവസങ്ങളിൽ മാത്രമല്ല അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്ന് അച്ഛൻ പറഞ്ഞു. ആ ഒരു ബോധ്യം ജനങ്ങളിലേക്ക് അച്ഛൻ എങ്ങനെ കൂടുതൽ ഒന്ന് ഇറങ്ങി ചെല്ലാനായിട്ട് എങ്ങനെ സാധിക്കും? വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് അനുഭവം ഉണ്ടാകുമ്പോഴാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുക. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷേ ഓരോ വ്യക്തിയും അത് അനുഭവത്തിൽ നിന്ന് ഈശോയെ കാണണം, ഈശോയെ സ്വീകരിക്കണം, നമ്മളെ ഈശോ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വിശുദ്ധ കുർബാന എന്നുള്ളൊരു ചിന്ത, ഒരു വിശ്വാസം ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈ ഞായറാഴ്ച കുർബാനയ്ക്ക് പുറമെ ഇടദിവസങ്ങളിലും കുർബാനയിൽ പങ്കെടുക്കണം. എല്ലാ പള്ളികളിലും എല്ലാ ദിവസവും കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു കുർബാന പോലും നഷ്ടപ്പെടുത്തരുത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം വിശുദ്ധ കുർബാനയെക്കുറിച്ച്, എന്നാലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സ്നേഹയെപ്പറ്റി ഈ ഇടവകങ്ങളെല്ലാം അഭിമാനിക്കുന്ന പോലെ വികാരിയച്ഛനും അതിൽ ഒത്തിരി അഭിമാനിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെയും ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച ബഹുമാനപ്പെട്ട ജോർജ് അച്ഛന് ഗുഡ്നസ് ടിവിയുടെ പേരിൽ ഒത്തിരി നന്ദി. സന്തോഷം. താങ്ക് യു. നിങ്ങളിവിടെ വന്നതിനും നിങ്ങളോട് ഈ സംസാരിക്കാൻ സാധിച്ചത് അതിയായ സന്തോഷം. സ്നേഹ, നമുക്കങ്ങനെ സ്നേഹയുടെ വീട്ടിലേക്ക് പോയാലോ? ഇപ്പോൾ നമ്മൾ സ്നേഹയുടെ വീട്ടിലാണ്. സ്നേഹയുടെ കുടുംബാംഗങ്ങളൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ്നസ് ടിവിയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്നേഹേനെ നമ്മൾ പരിചയപ്പെട്ടില്ല. അപ്പോൾ സ്നേഹ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താവോ? എന്ത് ചെയ്യുന്നു, മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് സ്നേഹ. എൻ്റെ വീട് വയനാട് മാനന്തവാടി രൂപതയിലെ തെന്നേരി ഇടവകാംഗമാണ്. ഞാൻ ACCക്ക് പഠിക്കുന്നു. ഇതെൻ്റെ പപ്പയുടെ പേര് ബിജു. പപ്പ നമുക്ക് സുൽത്താൻ ബത്തേരി ഒരു ഗാർമെൻറ്റ്സ് ഉണ്ട്, ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇതെൻ്റെ അമ്മയുടെ പേര് ബിൻസി. ഇതെൻ്റെ 2 അനിയന്മാർ. മൂത്തയാളുടെ പേര് സാൻജോ, +2 കഴിഞ്ഞ് നിൽക്കുന്നു. രണ്ടാമത്തെ ആളുടെ പേര് സാൽവിൻ, ഇനി 8th. ഓക്കെ. കഴിഞ്ഞ ദിവസം സ്നേഹയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിരുന്നു. വിശുദ്ധ കുർബാനയെ പറ്റി വളരെ ഹൃദയസ്പർശമായിട്ട് സ്നേഹ സംസാരിക്കുന്ന വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. ആ ഒരു വീഡിയോയിലേക്ക് എത്തിച്ചേരാനുള്ള സന്ദർഭങ്ങൾ എന്തൊക്കെയായിരുന്നു? അതേപ്പറ്റി ഒന്ന് പറയാമോ? നന്മമരം എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഞാൻ നന്മമരത്തിലുണ്ട്. മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവാഞ്ചലൈസേഷൻ തന്നെയാണ്. അത് ഒരു ജീസസ് യൂത്തുകാരൻ തുടങ്ങിയതാണ്. ആശിഷ് എന്ന് പറഞ്ഞ ഒരു ചേട്ടായി പാലായിലുള്ള
അപ്പോൾ ചേട്ടായി ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഇപ്പോൾ ഒത്തിരി പേരുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പല രാജ്യങ്ങളിൽ ഇരുന്നിട്ട് എല്ലാവരും ഓൺലൈനായിട്ട് മീറ്റ് ചെയ്യും സൂം വഴി. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും സൺഡേ 8 മണി തൊട്ട് പ്രെയർ മീറ്റിംഗ് ഉണ്ട്, 6 മണി തൊട്ട് കൊന്ത ജപമാലയിലും, പിന്നെ 8 മണി തൊട്ട് പ്രെയർ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാ സൺഡേയും ഇങ്ങനെ ഞങ്ങൾക്ക് ഓരോ ഷെയറിംഗ് ഉണ്ടാവും. അങ്ങനെ ഒരു സൺഡേ ഞാൻ ഷെയർ ചെയ്തു. അത് ഞങ്ങൾ ഷെയറിംഗ് ഒക്കെ യൂട്യൂബിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ചാനലുണ്ട്, ചാനലിടും. അങ്ങനെ യൂട്യൂബ് ചാനലിട്ടു. അപ്പോൾ അത് കുറച്ച് പേരിങ്ങനെ കണ്ടിരുന്നു അന്നിട്ടപ്പോൾ. അത് ഷാലോമിലെ ഒരു ചേട്ടൻ കണ്ട് ആ ചേട്ടൻ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഷാലോമിലേക്ക് ചെല്ലുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഷാലോമിലെ ഒരു ദിവസം നൈറ്റ് ബീച്ചിൽ ചെന്നിട്ട് അവിടെ ഷെയർ ചെയ്തു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്ലാസ് എടുക്കാനും അല്ലെങ്കിൽ ഒരു വചന പ്രഘോഷണ വേദിയിലേക്ക് ആദ്യമായിട്ടായിരുന്നു സ്നേഹയുടെ ഒരു കാൽവെപ്പ് അന്ന്? ആദ്യമായിട്ടായിരുന്നു. ഞാൻ മൈക്ക് പിടിച്ച് അത്രയും പേരുടെ മുന്നിൽ സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. സ്നേഹയുടെ വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം, അതായത് എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടോ? എല്ലാ ദിവസവും കുർബാന മുടങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എങ്ങനെ ഇപ്പോൾ രാവിലെ കൂടാൻ പറ്റിയില്ലെങ്കിലും വൈകുന്നേരം ആണെങ്കിലും എവിടെയെങ്കിലും വൈകുന്നേരം കുർബാനകൾ ഉള്ള പള്ളികളിൽ പോയിട്ട് വിശുദ്ധ കുർബാനയിൽ എന്നും സംബന്ധിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഒരു സന്ദർഭം ഉണ്ടായി കാണും, അതായത് ഈശോ സ്പർശിക്കാനിടയായ എന്തെങ്കിലും അനുഭവം ജീവിതത്തിൽ തീർച്ചയായിട്ടും കാണും അല്ലേ? അപ്പോൾ എന്താണ് അങ്ങനെ പറയത്തക്കൊരു ഇൻസിഡൻറ്റ്, ആദ്യമായിട്ട് ഈശോ ഹൃദയത്തിൽ സ്പർശിച്ചു എന്ന് തോന്നിയ ഒരു അനുഭവം ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടോ? കുഞ്ഞിലെ തൊട്ടേ ഇങ്ങനെ പള്ളിയൊക്കെ ആയിട്ട് തന്നെയാണ് വളരുന്നത്. പള്ളിയും അച്ഛന്മാരും സിസ്റ്റർമാരൊക്കെ ആയിട്ട് തന്നെ ആണ് ജീവിതം ഉള്ളത്. പിന്നെ ഈശോ ആയിട്ടൊരു എൻകൗണ്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹോസ്റ്റലിലേക്കൊക്കെ മാറിക്കഴിഞ്ഞ് ഞാനിങ്ങനെ ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കൂട്ടിന് വേണ്ടിയാണ് ഈശോയെ ഞാൻ ഈശോയിലേക്ക് എത്തുന്നത്. അതായത് പ്ലസ് ടു വരെ ഇവിടെയായിരുന്നു, പ്ലസ് ടുവിന് ശേഷമാണോ ഹോസ്റ്റലിലേക്ക്? അതെ അതെ, പ്ലസ് ടുവിന് ശേഷം ഹോസ്റ്റലിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്നൊന്നും ഫ്രണ്ട്സൊന്നും ആയില്ലായിരുന്നു. ഫ്രണ്ട്സൊക്കെ ആവാനൊരു താമസം വന്നു, സംസാരിക്കാൻ ആരുമില്ല. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനും ഒരു കൂട്ടിന് വേണ്ടി ഞാൻ ഈശോയോട് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങി. അങ്ങനെ ആണ് ഈശോയായിട്ട് ഒത്തിരി കൂട്ടായി. ഇപ്പോഴും സ്നേഹയുടെ ഏറ്റവും വലിയ കൂട്ട് ഈശോ ആണോ, അതോ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഈശോ ഉള്ളപ്പോൾ ഉണ്ടല്ലോ നമുക്ക് പിന്നെ വേറെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈശോ ഓൾറെഡി 24/7 ഞാൻ ഉറങ്ങുമ്പോൾ പോലും ഈശോ എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോഴത്തേനും എല്ലാ കാര്യവും ഈശോയോട് ഷെയർ ചെയ്യും. ഈശോ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഈ ലോകത്തിൽ ഇപ്പോൾ നമുക്ക് പറയത്തക്ക രീതിയിൽ ഒരുപാട് എന്താ പറയുക പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ കുറേ വിളികൾ നമുക്ക് ലഭിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈശോനെ ഹൃദയത്തിൽ നിന്ന് കളയാതെ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു? ഈശോ അതെങ്ങനെയാണ്, ഞാൻ അങ്ങനെ അതിനുവേണ്ടി ഇങ്ങനെ എഫേർട്ട് ഇടുന്നില്ല. എന്താണെന്നറിയത്തില്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈശോയോട് ഒത്തിരി ഇങ്ങനെ കൂട്ടാകുമ്പോഴത്തേനും പിന്നെ നമുക്ക് ലോകമൊന്നും വേണ്ടാന്ന് തോന്നുന്നു. ലോകത്തോടുള്ള ആ ഒരു ഇഷ്ടമൊക്കെ നമുക്ക് പയ്യെ അങ്ങ് കുറേ സിനിമ, ഇൻസ്റ്റഗ്രാം, അങ്ങനെ അതിനോടൊക്കെയുള്ള ഇഷ്ടങ്ങൾ നമുക്ക് തന്നെ കുറഞ്ഞു വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ലോകത്തോടുള്ള ഒരു ഇഷ്ടങ്ങളൊക്കെ തന്നെ കുറയും. എങ്ങനെയാണ് ചെറുപ്പം മുതൽ നിങ്ങൾ സ്നേഹേനെ ഇങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിലൊക്കെ കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ ഒരു പതിവുണ്ടായിരുന്നോ ചെറുപ്പത്തിൽ? ചെറുപ്പം മുതലേ ഞങ്ങൾ പള്ളിയോട് ചേർന്നാണ് ഞങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പള്ളിയിൽ പോവുക എന്നുള്ളത് വലിയൊരു റിസ്ക്കുള്ള കാര്യമല്ല. അപ്പോൾ അതോടൊപ്പം തന്നെ നേരത്തെ സ്നേഹ സൂചിപ്പിച്ച പോലെ തന്നെ സിസ്റ്റേഴ്സായിട്ടും ഇവിടെ വരുന്ന വികാരി അച്ഛന്മാരൊക്കെ ആയിട്ടെല്ലാം ഉള്ള ഒരു ബന്ധം. പിന്നെ ഞാൻ പള്ളിയായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. ഞാൻ അവിടെ പള്ളിയിൽ 27 വർഷം ഞാൻ അവിടെ അൾത്താര ശുശ്രൂഷയായിരുന്നു. 27 വർഷം കപ്പിയാരായിരുന്നു. അതെ. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ അവിടെ പള്ളിയിൽ ഗായക സംഘത്തിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ജീവിതവും പള്ളിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം പള്ളിമുറ്റത്ത് കളിച്ച് വളർന്ന് ജീവിച്ചവരാണ്. ആ ഒരു ശൈലി അവളിലേക്കും പകർന്നു കിട്ടി എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ചെറുപ്പത്തിൽ പൾത്താര ശുശ്രൂഷ എന്ന നിലയിൽ ചേട്ടൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു അല്ലേ? അതെ, എല്ലാ ദിവസവും പോകണമല്ലോ. തീർച്ചയായിട്ടും ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാറുണ്ടോ? അതെ, എല്ലാ ദിവസവും അവർ വരും. കാരണം അത്ര അടുത്താണ് ഞങ്ങളുടെ വീട്. എന്ന് വെച്ചാൽ വീട്ടിലിരുന്നാൽ വരെ കുർബാന ഞങ്ങൾക്ക് അവിടെ കൂടാം, വീട്ടിലിരുന്ന് കൂടാം, അത്രയും തൊട്ടടുത്താണ്. അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വീട്ടിലുള്ള എല്ലാവരും തന്നെ വന്നിരുന്നു. അതേപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയൊക്കെ മുടങ്ങാതെ? കുടുംബ പ്രാർത്ഥന എല്ലാം മുടങ്ങാതെ ഉണ്ട്. അത് നമുക്ക് കാരണവന്മാരിൽ നിന്ന് തന്നെ പകർന്നു കിട്ടിയ അവരിൽ നിന്ന് കൃത്യമായിട്ട് നടത്തണം എന്നുള്ള ഒരു ചിട്ട അവർക്കുണ്ടായിരുന്നു. അത് ഞങ്ങളും പിന്തുടർന്ന് വരുന്നു. എങ്ങനെയാണ് മോളെപ്പറ്റി അഭിമാനം തോന്നുന്നില്ലേ ഈ നിമിഷത്തിൽ? എന്താണ് പറയാനുള്ളത്? അഭിമാനമുണ്ട്. ഇന്നത്തെ തലമുറയ്ക്കൊരു പുതിയ ഇൻസ്പിറേഷനായിട്ട് ഈ ഒരു വീഡിയോ ഇറങ്ങിയതിൽ. ചെറുപ്പം മുതൽ എങ്ങനെയാണ് സ്നേഹനെ ഒരു അമ്മ എന്ന നിലയിൽ വളർത്തി പോരാനായിട്ടുള്ള എന്തെല്ലാം ശ്രമങ്ങൾ ദൈവത്തിലേക്ക് അടുപ്പിച്ച് നിർത്താനായിട്ട് എന്തൊക്കെയാണ്?
പള്ളിയായിട്ട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഇപ്പം പള്ളിയിൽ ഒരുക്കി വിടാനൊക്കെ ശ്രമിക്കും, ഞങ്ങളുടെ കൂടെ പോകും. പിന്നെ അവൾ നന്നായി പാട്ട് പാടും, അവൾ പപ്പ പാടുന്നുണ്ട്, ആ കൂടെ അവളും പാടും. പള്ളിയിൽ പോയാൽ അവൾ നല്ല ചെറുപ്പം മുതൽ നല്ല ഭക്തിയിലാണ് വളർന്നു വന്നത്. സ്നേഹം നന്നായിട്ട് പാടും അല്ലേ? അങ്ങനെയാണോ അമ്മേ? പാടും. നന്നായിട്ട് പാടുന്നുണ്ട്. അതായത് അപ്പനിൽ നിന്ന് കിട്ടിയ അതെ അതെ. ഞാൻ ഈ സ്നേഹയുടെ ഒരു 2 വരി പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ, അപദാനമിപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ, അപദാനമിപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. ഇത് കേട്ടിട്ട് ചേട്ടന് 2 വരി പാടാൻ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഇഷ്ടപ്പെട്ട 2 വരി പപ്പേനെ കൊണ്ടുകൂടി. യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. എന്താണ് ചേച്ചിനെ പറ്റി പറയാനുള്ളത്? ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു. അപ്പോൾ എന്ത് തോന്നുന്നു സാൻജോയ്ക്ക് അനിയൻ എന്ന നിലയിൽ? ചേച്ചീനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോൾ അഭിമാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പള്ളിയിലും പോവില്ല. അപ്പോൾ ചേച്ചി ഇങ്ങനെ രാവിലെ 6:30 ആകുമ്പോഴേക്ക് കുത്തി ഇങ്ങനെ എണീപ്പിക്കും, വാളാ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. ഞാനിങ്ങനെ മടി പിടിച്ച് കിടന്നുറങ്ങും. അപ്പോൾ ചേച്ചി എടാ ഈശോയ്ക്ക് വിഷമാവും പള്ളി പോവാ എന്നൊക്കെ പറയുമ്പോൾ എനിക്കും വിഷമാവും. അപ്പോൾ ഞാനിങ്ങനെ പള്ളിയിലൊക്കെ പോകും. അങ്ങനെയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ചേച്ചീനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോൾ അഭിമാനമൊക്കെ ഉണ്ട്. ചേച്ചി ഇങ്ങനെ ചെറുപ്പം മുതൽ പള്ളിയിലേക്ക് പോകാൻ നിങ്ങളെയൊക്കെ പുഷ് ചെയ്യുന്നുണ്ടോ? ചെറുപ്പം തൊട്ടേ, ഐ മീൻ എത്രാം ക്ലാസ്സൊക്കെ തൊട്ട് നിങ്ങൾ റെഗുലർ ആയിട്ടൊക്കെ പള്ളിയിലേക്ക് പോകാൻ തുടങ്ങി? അത് എൻ്റെ ചെറുപ്പത്തിൽ പപ്പ കപ്പ്യാരായിരുന്നപ്പോഴൊക്കെ ഞങ്ങൾ രാവിലെ പള്ളി പോയിരുന്നു. പപ്പ 5 മണിക്കൊക്കെ എണീപ്പിക്കും. രാവിലെ ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു പോകാറ്. പിന്നെ ഇവനും വലുതായി വന്നപ്പോൾ ഞങ്ങൾ 3 പേരും ഇങ്ങനെ പോകും. ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു അല്ലേ? പേരെന്തായിരുന്നു? സാൽവിൻ. സാൽവിൻ. സാൽവിൻ ഇപ്പോൾ എത്രയിൽ പഠിക്കുന്നത്? 8ലേക്കായി. ഓക്കെ. എന്താണ് ചേച്ചിനെ പറ്റി പറയാനുള്ളത്? ചേച്ചിനെ കുറിച്ച് അഭിമാനം തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ചേച്ചിയുടെ വീഡിയോ ഒക്കെ മൊത്തം കണ്ടോ ഷാലോമില്? കണ്ടിരുന്നു. എന്ത് തോന്നി കണ്ടപ്പോൾ ഈ യേശുവിനെ ഇങ്ങനെ നന്നായി അറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നതൊക്കെ മനസ്സിലായി. ഇങ്ങനെ ഒരു ചേച്ചിനെ കിട്ടാൻ ഭാഗ്യം വേണമെന്ന് ഒക്കെ മനസ്സിലായി. ഓക്കെ. മോനും കുർബാനയ്ക്കൊക്കെ കൂടുന്നുണ്ട് അല്ലേ? എത്ര വർഷമായി ഇപ്പോൾ കുർബാനയ്ക്ക് കൂടുന്നു? 3 വർഷമായി അല്ലേ? എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടല്ലേ? ഓക്കെ. ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ തമ്പുരാൻ ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും വർഷിക്കുന്നത് ആ ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന ഒരാൾ പറഞ്ഞത്. ഒരു കൗൺസിലറായിരുന്നു. അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിന് പോയപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, അതെൻ്റെ ഹൃദയത്തിൽ ഇന്നും ഉണ്ടേ. ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ ഇത്ര ഇതായിട്ട് നിന്ന് പോകുന്നത് ആ ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന കൃപ കാരണം, അവിടെ നിന്ന് ഒഴുകുന്ന അഭിഷേകം കാരണം ഈ കുടുംബം ഇങ്ങനെ നിന്ന് പോകുന്നത്. ഞങ്ങൾക്ക് എന്ത് മുട്ടുണ്ടെങ്കിലും തമ്പുരാനുണ്ട് ഞങ്ങളുടെ കൂടെ. അത് ഞങ്ങളെല്ലാവരും അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് തമ്പുരാൻ്റെ കൂടെ. ഇനിയിപ്പോൾ നാളെ അതെന്താണേലും കുഴപ്പമില്ല. ഇന്നും നാളെയും മറ്റന്നാളും ഒരുപോലെ. ഏത് പ്രായത്തിൽ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടി, ഇത്ര ബോൾഡായിട്ട് എൻ്റെ കൂടെ എൻ്റെ ഈശോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ പോലെ ഈശോനെ കാണാൻ തുടങ്ങിയത് ഏത് കാലഘട്ടം തൊട്ടാണ് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്നു തുടങ്ങിയത്? സാധാരണ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിയിൽ പോകും, എല്ലാവരും പോകുന്ന പോലെ അങ്ങ് പോകുന്നുണ്ടായിരുന്നുള്ളേ. ഈ ഒരു ഈശോയായിട്ട് ഇങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടായതിന് ശേഷം ശരിക്കും ഈശോ എന്നൊരു മനുഷ്യനെ, ഒരു വ്യക്തിയെ ഇങ്ങനെ പേഴ്സണലായിട്ടേ ഇത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവം, സ്നേഹം മാത്രമേ ഉള്ളൂ. ദൈവം സ്നേഹമാണ്, സ്നേഹമായ തമ്പുരാൻ. അപ്പോഴത്തേനും ഇങ്ങനെ ഒരു ദൈവം കൂടെയുള്ളപ്പോൾ സർവശക്തൻ നമ്മുടെ കൂടെ.
അപ്പോൾ പിന്നെ നമുക്ക് വേറെ എന്താ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ഇതൊക്കെ ബൈബിളിലുള്ള വചനങ്ങളല്ലേ. അപ്പോൾ സർവ്വശക്തൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ടെൻഷനില്ല. തമ്പുരാനെ എല്ലാം ഏൽപ്പിച്ച് നമ്മളങ്ങ് സറണ്ടർ ചെയ്താൽ മതി, ബാക്കി തമ്പുരാൻ നോക്കും. സ്നേഹയുടെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു മോട്ടിവേഷനായി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഈ ദൈവത്തെപ്പറ്റി നാലാളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ എന്താ പറയുക, പള്ളിയിൽ തന്നെ പോകാനായിട്ട് മടിയുള്ളൊരു യൂത്താണ് നമ്മുടെയൊക്കെ ഈ ഒരു ജനറേഷൻ. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ ഒരു ചമ്മലോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ ഈശോനെ പറ്റി പറയാനും പ്രഘോഷിക്കാനും? എനിക്ക് ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു. ആദ്യം എനിക്കിങ്ങനെ പള്ളി ഇങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു ചമ്മലായിരുന്നു. ഇച്ചിരി കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ ഇച്ചിരി ചമ്മലായിരുന്നേ. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. എൻ്റെ തമ്പുരാന് വേണ്ടി തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നതല്ലേ, കുഴപ്പമില്ല. എനിക്കങ്ങനെ മടിയും ചമ്മലൊന്നുമില്ല. സ്നേഹയെ സംബന്ധിച്ചിടത്തോളം സ്നേഹ പിന്നെ കുഞ്ഞുനാൾ മുതൽ, അത് ഇഴഞ്ഞു നടക്കുന്ന പ്രായം മുതൽ ഒരു 2-3 വയസ്സിലൊക്കെ പിച്ച വെച്ച് നടക്കുമ്പോഴും അവളെ വല്യമ്മച്ചീൻ്റെ കൂടെയും അല്ലാതെയൊക്കെ പിന്നെ പോകുമായിരുന്നു, പിന്നെ പള്ളിയിൽ പോകുമായിരുന്നു. പള്ളിയിൽ പോകുമ്പോഴും അവൾക്ക് ഇങ്ങനെ ഈശോയോട് നോക്കി, അത് മറ്റു മക്കൾ കുഞ്ഞു മക്കൾ ചെയ്യുന്നതിൽ ഉപരിയായിട്ട് ഇവൾ കുനിഞ്ഞ് കമന്ന് കിടന്ന് ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവൾ കുഞ്ഞുനാൾ മുതൽ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ആദ്യ കുർബാന കൊണ്ടുപോകൽ സ്ഥിരമായിട്ട് പള്ളിയിൽ പറയാതെ തന്നെ പോകുമായിരുന്നു. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യ കുർബാന? ആദ്യ കുർബാന ഒരു 4ാം ക്ലാസ് മുതൽ, 4ാം ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷമാണ് ആദ്യ കുർബാന ആയത്. അതിന് മുന്നേ ചെറുപ്പം തന്നെ ഇവൾക്ക് പിന്നെ പപ്പ ഇപ്പം ആൾത്താരയിൽ ശുശ്രൂഷയായിരുന്ന കാലത്തൊക്കെ ഇവൾ പപ്പേനെ കണ്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഈശോയെയും പപ്പയൊക്കെ ഒന്നിച്ച് കാണുന്നതുകൊണ്ട് ആൾത്താരയോട് ചേർന്നാണ് അവൾ നിൽക്കുന്നിരുന്നത്. അപ്പോൾ ഈ അച്ഛൻ അവിടെ തിരുവോസ്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ മുൻ വികാരി അച്ഛന്മാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അവളെ. ആൾത്താരയോട് ചെല്ലുമ്പോഴേക്കും വിളിച്ച് ആൾത്താരയിൽ ഇങ്ങനെ നല്ല ചെറുപ്പത്തിൽ. പിന്നെ അതിന് ശേഷം ആണെങ്കിലും ഇപ്പോൾ ഒരു 4-3 വയസ്സൊക്കെ ആകുമ്പോഴും അവൾ അച്ഛൻ തിരുവോസ്തി ഉയർത്തിപ്പിടിക്കും പോലെ അങ്ങനെ വീട്ടിൽ വന്ന് അഭിനയിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം തന്നെ അവൾ ആ ഈശോനെ ഉൾക്കൊണ്ടുവന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതാ ചെറുപ്പം മുതലുള്ള പഠിച്ച് വന്നിട്ട് ഇപ്പോൾ അത് അവളിൽ ആഴമായി പിന്നെ ഇറങ്ങി ഈശോ. സ്നേഹയെ സംബന്ധിച്ചിടത്തോളം അവൾ +2 കാലഘട്ടം കഴിഞ്ഞ് അവൾ ഹോസ്റ്റലിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവൾ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് എനിക്ക് വിശുദ്ധ കുർബാനയിലെന്നും സംബന്ധിക്കണം, അപ്പോൾ പള്ളിയുള്ള ഒരു ഹോസ്റ്റലിനടുത്ത് പള്ളിയുള്ള ഒരു സ്ഥലം എനിക്ക് കണ്ടെത്തണം. അപ്പം ഞങ്ങളിത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ എന്നാൽ പോലും അവളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് ഞങ്ങൾ കുറേ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി കിട്ടി. ഇവൾക്ക് പള്ളി കിട്ടി, പള്ളിയിൽ ദിവസം പോകണമെന്നുള്ള ഒരാഗ്രഹത്താൽ. അപ്പോൾ അവൾ എന്നോടൊരു വാക്ക് അന്ന് അവിടുന്ന് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പം ഞങ്ങൾക്കത് അന്നൊന്നും മനസ്സിലായില്ലായിരുന്നു, ഇപ്പോൾ അത് ഭയങ്കര മനസ്സിലായി എടുക്കുക. അവിടെ ഞങ്ങളോട് എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലേലും, ഒരാഴ്ച ഞാൻ ഭക്ഷണം കഴിച്ചില്ലേലും അമ്മേ എനിക്ക് പള്ളി പോകണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന്. അപ്പോൾ അവർ ഭക്ഷണമില്ലെങ്കിലും വിശുദ്ധ കുർബാന വേണമെന്ന് പറഞ്ഞത്. ഇവൾ അത്രയ്ക്കും ഈശോനെ അടുത്തറിഞ്ഞുകൊണ്ടാണ് ഭക്ഷണം പോലും വേണ്ട, അവൾക്ക് വിശുദ്ധ കുർബാന മതി. അപ്പോൾ അത് ഞങ്ങൾക്കിപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും അമ്മയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അതൊക്കെ പറയുമ്പോൾ അല്ലേ, അത്രയും ഇമോഷണൽ ആയിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഞങ്ങളന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ചേർത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് ഹോസ്റ്റലുണ്ട്. അപ്പോൾ അന്നേരം കോഴിക്കോടാണ്, കോഴിക്കോട് ലക്ഷ്യ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആദ്യം പോയി ചേർന്നത്. അപ്പോൾ അവർക്കത് ഓൾറെഡി അവിടെ അവർക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. അപ്പോൾ അവരുടെ വണ്ടിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവരും, അവിടെ തിരിച്ചുകൊണ്ട് എല്ലാം സേഫായിരുന്നു. പക്ഷേ അന്നേരം ഇവള് ചോദിച്ച ഒരു ചോദ്യം അതാണ്, പള്ളി അടുത്തുണ്ടോയെന്നാണ് അവരോട് ചോദിക്കുന്നത്. അപ്പോൾ അവർ പള്ളി അടുത്ത് ബുദ്ധിമുട്ടാന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ തന്നെ ഇവള് പറഞ്ഞു വേണ്ട, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടേ വേണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഞങ്ങൾ ആ ഹോസ്റ്റലിൻ്റെ ഇങ്ങനെ അസൗകര്യം കാരണം അത് മാറി വേറൊരു ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നേരം ഇവർക്ക് പള്ളി കുറച്ച് ദൂരം പോകണം, ഒരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്ററോളം പള്ളിയിൽ പോകണം. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇവള് പോകണം നിർബന്ധം വാശി പിടിച്ചു. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് എന്നെ വിളിച്ച് ചോദിച്ചു, ഇപ്പം നേരെ 6:30 വേണ്ടിയാണ് കുർബാന. അപ്പോൾ അവരെന്നെ വിളിച്ച് ചോദിച്ചു, ഈ കൊച്ച് 6 മണിക്കൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്, അപ്പോൾ അന്നേരം ഒന്നും ശരിക്കും നേരം അങ്ങ് വെളുക്കുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവളെ വിട്ടേരെ, അവൾ പോയിക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല, അവൾ പോയിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പോലും ഇവളെ വിടാൻ സമ്മതമില്ലായിരുന്നു. കാരണം നേരം വെളുത്ത് വരുന്നതിന് മുമ്പ് തന്നെ അവൾ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്നു. പക്ഷേ അന്നേരം അവിടെ ഒരു അനുഭവം നടന്നു. കാരണം ആ ഹോസ്റ്റലിൻ്റെ അടുത്ത് ആ പള്ളിയിലുള്ള കൈക്കാരൻ താമസിക്കുന്നുണ്ടായിരുന്നു. അയാൾ എല്ലാ ദിവസവും, അയാൾക്ക് വണ്ടിയുണ്ട്, അദ്ദേഹം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇവളെയായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ പിന്നീട് എല്ലാ ദിവസവും അവളെ ആ വാഹനത്തിൽ ആ പള്ളിയിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവിടെ എത്തിപ്പെട്ടു. ഇതൊക്കെ നമ്മൾ പോലും മനസ്സിൽ ചിന്തിക്കാത്ത രീതിയിൽ കടന്നു വന്ന ഓരോ അത്ഭുതങ്ങളാണ്. അതങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ, അതായത് ഈശോ ഇടപെട്ട് എല്ലാം ഇടപെട്ട് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്ത സ്നേഹയുടെ പാരൻസിനും 2 അനിയന്മാർക്കും ഒത്തിരി നന്ദി. താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ സ്നേഹയുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റിയും കൂടുതൽ വിശേഷങ്ങൾ നമുക്കിനി സ്നേഹയോട് തന്നെ ചോദിച്ചറിയാം. സ്നേഹയുടെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒത്തിരി കമൻസ് ഞാൻ കണ്ടിരുന്നു, കുറച്ച് ഹെയ്റ്റ് കമൻസ് പോലെ. അതായത് സ്നേഹി കരയുന്നതൊക്കെ ഒരു തരം അഭിനയമാണ്, അങ്ങനെ ഒത്തിരി വിമർശനാത്മകമായ കുറച്ച് കമൻസ് ഞാൻ കണ്ടു. അതിനെങ്ങനെ നോക്കിക്കാണുന്നു? കമൻസ് മൊത്തമൊന്നും വായിച്ചില്ല, കുറച്ചൊക്കെ വായിച്ചു. നല്ലതെടുത്താൽ മതിയല്ലോ, ബാക്കിയൊക്കെ പോട്ടെ. ഒത്തിരി നല്ലതുണ്ട്, നല്ലത് കണ്ടാൽ മതി. അവരിലേക്കൊക്കെ ഈശോയെ എത്തിക്കാൻ വേണ്ടി ഈശോ എന്നെ ഒരു ഉപകരണമാക്കി മാറ്റിയല്ലോ, അതിനെ ഓർത്ത് എനിക്ക് സന്തോഷം. ആ സന്തോഷമേ ഉള്ളൂ. ബാക്കി നെഗറ്റീവ് പറയുന്നവരൊക്കെ സാരമില്ല. ഈശോയെ പ്രതി ആണല്ലോ, ഈശോയെ പറ്റിയാണല്ലോ ഞാൻ പറഞ്ഞത്, അതിന് നെഗറ്റീവ് പറയുന്നത് സാരമില്ല. ചിലപ്പോൾ ആ കമൻ്റ് ഇട്ട ആൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അദ്ദേഹത്തോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ഈശോയുടെ സ്നേഹിത എന്ന നിലയിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അത് വായിച്ചിട്ട് ഞാൻ ആ കമൻറ്റ് വായിച്ച് ആ എഴുതിയ ആളെ ഈശോയ്ക്ക് കൊടുത്തു. പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണല്ലോ. ആ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയ്ക്ക് കൊടുത്തു. ബാക്കി കാര്യം ഈശോ ചെയ്തു. ഈ ഒരു ആധുനിക കാലഘട്ടത്തിലൊക്കെ ചില പാരൻസൊക്കെ അവരുടെ കുട്ടികളെ വേദപാഠത്തിനൊക്കെ വിടാതെ ചിലപ്പോൾ എൻട്രൻസിൻ്റെ കോച്ചിങ് അങ്ങനെ പഠന മേഖലയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ഈശോയിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്ന കുറേ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ എന്താ പറയുക? അല്ലെങ്കിൽ അങ്ങനത്തെ കാഴ്ചപ്പാടിനോടൊക്കെ എന്താണ് സ്നേഹയുടെ ഒരു അഭിപ്രായം? ഈശോയ്ക്ക് കൊടുക്കേണ്ട സമയം ഈശോയ്ക്ക് എന്തായാലും കുറച്ച് സമയം കൊടുക്കണ്ടേ? ദൈവം നമ്മളെ എന്തോരം കരുതുന്നു, നമ്മളെ എന്തോരം സ്നേഹിക്കുന്നു. അപ്പോൾ ഈശോയ്ക്ക് കൊടുക്കേണ്ട സമയം ഈശോയ്ക്ക് തന്നെ കൊടുക്കണം. അത് ആകെ കടപ്പെട്ട ഒരു ദിവസം ഞായറാഴ്ച അല്ലേ വേദപാഠത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുള്ളൂ. എല്ലാ ദിവസവും വരണമെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. ഞായറാഴ്ച ഒരു ദിവസം ആകെ കുറച്ച് നേരം, ചുരുങ്ങിയ സമയമല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈശോയ്ക്ക് മാറ്റി വെക്കേണ്ട സമയം ഈശോയ്ക്ക് വേണ്ടി തന്നെ മാറ്റി വെക്കണം. ആരംഭത്തിൽ വികാരിയച്ഛൻ സൂചിപ്പിച്ചിരുന്നു സ്നേഹ ഇവിടെ വേദപാഠം പഠിപ്പിക്കാനൊക്കെ വലിയ ആക്റ്റീവാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ 3-ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. 21 പിള്ളേരുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഈശോയെ പറ്റി പഠിച്ചും പാട്ടുപാടിയും കഥയൊക്കെ പറഞ്ഞും ഞങ്ങളങ്ങനെ എല്ലാ ഞായറാഴ്ചയും. അപ്പോൾ എനിക്കൊന്ന് ഹോസ്റ്റലിലാണ് പഠിക്കുന്നത് അല്ലേ? ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഇപ്പോൾ 2-3 പേപ്പറായിട്ട് ഞാൻ വീട്ടിലുണ്ട്, ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ വേദപാഠത്തിലോട്ട് വന്നിട്ട് എത്ര നാളെ ഈ ഒരു വിശ്വാസ പരിശീലന രംഗത്തേക്ക്? +2 കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലം വേദപാഠം പഠിപ്പിക്കാൻ വേണ്ടി വേദപാഠം പഠിപ്പിക്കാനായിട്ടുണ്ടായിരുന്നു. ഒരു ക്രൈസ്തവ എന്ന നിലയിൽ അല്ലെങ്കിൽ ക്രൈസ്തവൻ എന്ന നിലയിൽ സ്നേഹ എന്തിനെയാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്നത്? ഏറ്റവും പരമോന്നതമായ ആരാധന വിശുദ്ധ കുർബാനയാണല്ലോ. വിശുദ്ധ കുർബാനയിൽ എന്നും മുടങ്ങാതെ സംബന്ധിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. പിന്നെ ഈശോയായിട്ടുള്ള ഒരു റിലേഷൻ എപ്പോഴും ഇങ്ങനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എനിക്ക് പേഴ്സണൽ പ്രെയർ ഒന്നും ഇല്ലായിരുന്നു, അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു കുറച്ച് കാലമായിട്ട് പേഴ്സണൽ പ്രെയറൊക്കെ ഞാനിങ്ങനെ ഡെവലപ്പ് ചെയ്ത് പയ്യെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ എന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറ്. ഈ ഒരു ടേം പേഴ്സണൽ പ്രെയർ എന്താണ്? അതിലെന്തൊക്കെയാണ്? ഇപ്പോൾ ഈ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും. പേഴ്സണൽ പ്രെയർ എന്ന് പറയുമ്പോൾ സ്നേഹയുടെ ആ ഒരു എങ്ങനെയായിരുന്നു ആ ഒരു ടൈം ടേബിൾ എങ്ങനെയാണത്? ഈ ഡാനിയലച്ചനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ കുർബാനയിലും ബാക്കിയുള്ള നമ്മുടെ ലിറ്റർജിക്കലായിട്ടുള്ള ഈ പ്രാർത്ഥനകളിലൊക്കെ നമ്മളിങ്ങനെ ഒരു രാജാവ് ഈശോ രാജാവിനോടൊരു രാജ്ഞി ഇപ്പോൾ സഭയിലിരുന്ന് സംസാരിക്കുമ്പോൾ രാജാവേ എന്നൊക്കെ വിളിച്ചല്ലേ സംസാരിക്കുക. അപ്പോൾ അതുപോലെയാണ് ഈ നമ്മൾ കുർബാനയ്ക്കൊക്കെ പോയി സംസാരിക്കുന്നത്. പക്ഷേ ഈ പേഴ്സണൽ പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ആയിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഞാനും എൻ്റെ ഈശോയും മാത്രം. അപ്പോൾ അവരുടെ പേഴ്സണൽ സമയങ്ങളിൽ അവരെങ്ങനെ രാജാവും ഒരു രാജ്ഞിയും കൂടെ സംസാരിക്കുന്നു, അതുപോലെ എൻ്റെ ഈശോയെ, എൻ്റെ അപ്പ എന്നൊക്കെ വിളിച്ച് സംസാരിക്കാനുള്ള ഒരു സമയം, അതാണ് പേഴ്സണൽ പ്രെയർ. ഈശോയായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ചൊരു റിപ്ലൈ കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ടോ ഈശോയിൽ നിന്ന്? അതെനിക്ക് ഈശോ ആയിട്ട് അങ്ങനെ സംസാരിക്കുമല്ലോ. ഒന്നല്ലെങ്കിൽ ഈശോ വചനത്തിലൂടെ സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ കാണുന്നതൊക്കെ എനിക്കിങ്ങനെ ഞാൻ സംസാരിച്ചതിനോട് ബന്ധപ്പെട്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേനും ഇവർ പപ്പയും അമ്മയൊക്കെ എന്തെങ്കിലും സംസാരിക്കുന്നത് അതിനെപ്പറ്റിയായിരിക്കും. അപ്പോൾ അതെനിക്ക് എന്തെങ്കിലും ആൻസർ ആയിരിക്കും. ആളുകളിലൂടെ അല്ലെങ്കിൽ വചനത്തിലൂടെയോ ഒക്കെ ഈശോ ഇങ്ങനെ സംസാരിക്കുന്ന എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനഭാഗം അല്ലെങ്കിൽ ഒരു വാക്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ഫേവറേറ്റ് വേഴ്സ് ഇതാണ്: അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും കർത്താവിൽ ഞാൻ ആനന്ദിക്കും. ഓക്കെ, അതാണ് ഒരു ഫേവറേറ്റ് അല്ലേ വചനഭാഗം.
ഈ ഒരു വീഡിയോ വൈറലായി, അപ്പോൾ അതിന് മുമ്പുള്ള സ്നേഹം അല്ലെങ്കിൽ അതിന് ശേഷമുള്ള സ്നേഹം അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം സ്വയം ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സെൽഫായിട്ട് എന്തെങ്കിലും ഞാൻ പ്രൊമോട്ടഡ് ആയി അങ്ങനെ ഒരു ഫീൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ സ്നേഹയ്ക്ക്? മുമ്പുള്ളതും ഇപ്പോൾ ഉള്ളതും അങ്ങനെ വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. അതായത് ഇപ്പോൾ ഒരു 4 ആൾ തിരിച്ചറിഞ്ഞു തുടങ്ങി, അപ്പോൾ എന്നിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫീൽ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പ്രൊമോട്ടഡ് ആയി തുടങ്ങി അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? 4 ആൾ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ ഞാനിങ്ങനെ പ്രൊമോട്ടഡ് ആയി അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ കർത്താവിന് മുന്നിൽ ഞാൻ എങ്ങനെയാണ് നല്ല കൊച്ചായിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിപ്പുണ്ടോ അങ്ങനെ ഓരോ ദിവസം ഞാൻ അതേ നോക്കുന്നുള്ളൂ. ഓരോ ദിവസം എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, ഈശോയുടെ അടുത്തേക്ക് കൂടുതൽ വളരാൻ, ലാസ്റ്റ് സ്വർഗത്തിലെത്തണം തമ്പുരാൻ്റെ കൂടെ. ഞങ്ങളും സ്നേഹനെ തിരിച്ചറിയാൻ തുടങ്ങിയത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെ മറ്റ് ആരെങ്കിലുമൊക്കെ ഇതുപോലെ വചനം പ്രഘോഷിക്കുവാനോ ക്ലാസ് എടുക്കാനോ ഒക്കെ വിളിച്ചിട്ടുണ്ടോ? വിളിക്കുന്നുണ്ട്, കോളുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ വരാമെന്ന് പറയുന്നുണ്ട്. ഈശോയെ പറ്റി പറയാനാണല്ലോ, കുഴപ്പമില്ല. അന്ന് പോയതിനു ശേഷം പിന്നെ എവിടേക്കാണ് ഒരു വേദി ലഭിച്ചത്? ഇന്നലെ പാലക്കാട് രൂപതയുടെ പാസ്റ്റർ സെൻ്ററിൽ വെച്ചിട്ട് ജീസസ് യൂത്തിൻ്റെ കുട്ടികൾക്ക് അവിടെ ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞാൻ ഷെയർ ചെയ്തു. മെയിനായിട്ട് വിശുദ്ധ കുർബാനയെ പറ്റിയാണ് പറയാനുള്ളത്. സാക്രമെൻ്റൽ ലൈഫ് ആയിരുന്നു ഇന്നലെ അവിടെ ടോപ്പിക്ക്, അതിനെപ്പറ്റി ഞങ്ങളുമായിട്ട് 2 വാക്ക് ഈ ഒരു വിശുദ്ധ കുർബാന, അതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഈ യുവതലമുറയോടൊക്കെ വിശുദ്ധ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കുറേയൊക്കെ യൂത്ത് പള്ളിയുടെ പുറത്ത് അലസമായിട്ട് ഫോണിലൊക്കെ നോക്കി അവിടെ കുർബാന നടക്കുമ്പോൾ അലസമായിട്ടിരിക്കുന്ന യൂത്തുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ള ആ ഒരു പ്രാധാന്യത്തെ പറ്റി? വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോഴത്തേനും അന്ന് കാൽവരി കുരിശിൽ തമ്പുരാൻ നമുക്ക് വേണ്ടി കടന്ന് പിടഞ്ഞ് മരിച്ചില്ലേ, അതേ യാഗം, അതേ ബലി നമ്മുടെ ഓരോ ആൾത്താരയിലും ഇന്നും നാളെയൊക്കെ ആയിട്ട് അതേ ബലി തന്നെ അർപ്പിക്കപ്പെടുന്നത്. തമ്പുരാൻ ഓരോ ദിവസവും നമുക്ക് വേണ്ടി ഇങ്ങനെ മുറിയപ്പെടുക. അപ്പോഴത്തേനും വില കൊടുക്കണം അതിന് വേണ്ടിയിട്ട്. ചൂടുണ്ടാവും, ഫാനില്ല, അങ്ങനെയൊക്കെ ഓർത്ത് ക്ഷീണം വരും, ഇരിക്കാം. അങ്ങനെയല്ല, പുറത്ത് എനിക്ക് ഉള്ളിൽ സ്ഥലമില്ല പുറത്തിരിക്കാം, അങ്ങനെയല്ല. ഉള്ളിൽ സ്ഥലമില്ല, എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിച്ച് ഉള്ള സ്ഥലത്ത് നിൽക്കുക. തമ്പുരാൻ്റെ ബലിയിൽ നമ്മൾ ഏറ്റവും ആത്മാർത്ഥതയോടെയും ഭക്തിയോടെയും പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ ജനം കാനാദേശത്തേക്ക് പോയപ്പോഴത്തേനും മരുഭൂമിയിൽ അവർക്ക് ഭക്ഷണമായിട്ട് ദൈവം മന്ന വർഷിച്ചു. അതുപോലെ ഈ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അനുദിനം നമ്മളെ ആത്മീയമായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായിട്ട് തമ്പുരാൻ മാറുന്ന ഒരു കൂദാശയാണല്ലോ വിശുദ്ധ കുർബാന. അപ്പോൾ ഒരിക്കൽ പോലും ഒരു ദിവസം പോലും മുടക്കാതെ വിശുദ്ധ കുർബാനയിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. വില കൊടുത്ത് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം, ത്യാഗങ്ങളൊക്കെ എടുത്ത് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം. ഇപ്പോൾ സ്നേഹ ഒരു യൂത്താണ്, അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്, അതായത് ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഒട്ടനവധി നവമാധ്യമങ്ങളുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് സ്നേഹം നോക്കി കാണുന്നത്? അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണോ ഈ ഒരു ഈശോയിലേക്ക് മാത്രം ഒതുങ്ങുന്നത്? എങ്ങനെയാണ് ആ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്? എനിക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യും. എന്നാലും ഇങ്ങനെ ഒത്തിരി നേരം ഒന്നും അങ്ങനെ ഇരിക്കത്തില്ല. എല്ലാം ഒന്ന് കയറും, ഒന്ന് അങ്ങനെ ഇറങ്ങും. അതെൻ്റെ ജീവിതത്തെ അങ്ങോട്ട് സ്വാധീനിക്കുന്നില്ല, അതുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ പറയാം, ലോകത്തിൻ്റെതായ ഒട്ടനവധി പ്രലോഭനങ്ങളൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഉണ്ടാകും. അതിനൊക്കെ എങ്ങനെയാണ് അതിജീവിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നോക്കി കാണുന്നത്? എനിക്ക് തോന്നുന്നത് ഈശോയായിട്ട് ഇങ്ങനെ അടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോണൊക്കെ അങ്ങനെ ആ സമയത്തായിരുന്നു എനിക്ക് ഫോണൊക്കെ. അതിന് മുന്നേ എനിക്ക് ഫോണില്ലായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ ഒത്തിരി നേരം ലോകത്തിലേക്ക് തന്നെ ആയി പോയേനെ. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെപ്പറ്റി വാദോരാതെ സംസാരിച്ച സ്നേഹയുടെ അനുഭവങ്ങൾ നമ്മൾ നേരിട്ട് കേട്ടു. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ്നെസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വിശുദ്ധ കുർബാനയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സ്നേഹ പങ്കുവയ്ക്കും. നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പിനും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഓരോ സ്റ്റെപ്പിനും വലിയ വില സ്വർഗം കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ചെന്ന് സംബന്ധിക്കുമ്പോഴത്തേനും സ്വർഗം മുഴുവൻ മാലാഖമാരും സകല വിശുദ്ധരും മാതാവും എല്ലാവരും അവിടെ സ്വർഗം മുഴുവൻ സന്നിഹിതമാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോഴത്തേനും ഈശോയും ഞാനും ഇങ്ങനെ ഒന്നാവുമല്ലേ. ഈശോയും ഞാനും എൻ്റെ ഉള്ളിലേക്ക് ഈശോ വരുമ്പോഴത്തേനും ഈശോയും ഞാനും ഒന്നാവുക. അങ്ങനെ കുർബാന സ്വീകരിച്ച് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും നമ്മുടെ കൈകളും കാലുകളും ഒക്കെ ഈശോയ്ക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് നമ്മളിങ്ങനെ മാറുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് യുവജനങ്ങളോട്, വേറെ എന്ത് കാര്യം മാറ്റിവെച്ചാലും വിശുദ്ധ കുർബാന മാറ്റി വെക്കാതെ വിശുദ്ധ കുർബാനയ്ക്കുള്ള സമയം നമ്മൾ എന്നും കണ്ടെത്തണം. വിശുദ്ധ കുർബാനയിൽ എന്നും സംബന്ധിക്കണം, തമ്പുരാൻ്റെ ബലിയിൽ നമ്മൾ എന്നും സംബന്ധിക്കണമെന്ന് ഞാൻ യുവജനങ്ങളോട് പ്രത്യേകമായിട്ട് പറയുക. എല്ലാ മഹത്വ ഈശോയ്ക്ക്. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ, അപദാനമിപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ
നാവിനിക്കെന്തിനു നാഥാ അപദാനമിപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ ഈ ജീവിതമെന്തിനു നാഥാ.